കൂട്ടുകാരുടെ മൊബൈൽ കണക്ഷന് ഇന്റർനെറ്റ് കവറേജ് കുറവാണ് എന്നുള്ള ഒരു പരാതിയുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിരിക്കണം. നമുക്കതൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കീരൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ കീരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാം. ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ്. യൂട്യൂബ് സെർച്ച് ബാറിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയും. ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൂട്ടുകാരുമായിട്ട് പുതിയ 35 രൂപയുടെ തട്ടിപ്പിനെ കുറിച്ചിട്ട് 2 വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പല കൂട്ടുകാരും ചോദിച്ച ഒരു സംശയമാണ്. ഞാൻ പറയുന്ന പോലെ BSNLോട്ടോ ജിയോയിലോട്ടോ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ദിവസേന പോകുന്ന പല സ്ഥലങ്ങളിലും ഇതിനെല്ലാം നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യം നല്ലൊരു ചോദ്യമാണ്. അതിനൊരു ഉത്തരം തരാൻ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നെറ്റ്വർക്ക് കവറേജ്. ഇതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സ്ലോ, കോൾ ഡ്രോപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. നമ്മൾ പോർട്ട് ചെയ്തിട്ട് മറ്റേതെങ്കിലും നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെ സിം എടുക്കുന്നതിന് മുന്നേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാൻ കഴിയും ഏതൊക്കെ പ്രൊവൈഡറിന് ഏതൊക്കെ തരത്തിലുള്ള, അതായത് 2G 3G 4G നെറ്റ്വർക്കുകൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന്. നിങ്ങളുടെ ചുറ്റുഭാഗമുള്ള നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന സിമ്മിന് എത്രത്തോളം ടവറുകളുണ്ട്, എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അതെല്ലാം നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടണിൽ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ. പ്ലേ സ്റ്റോറിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോന് താഴെ തന്നെ വയ്ക്കുന്നുണ്ട്. അവിടെ നിന്നും കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഒരു അഗ്രിമെൻറ്റ് കാണിക്കും, ഓക്കെ കൊടുക്കാം. ശേഷം വരുന്ന 2 കൺഫർമേഷനും അലോ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് എന്ന് കാണാൻ കഴിയും. നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇത്. ഞാനിപ്പോൾ വൈഫൈയിലാണ് എൻ്റെ മൊബൈൽ ഫോൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈഫൈയുടെ സ്പീഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ എൻ്റെ വൈഫൈയുടെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ് സ്പീഡൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. ഇത് നമ്മുടെ നെറ്റ്വർക്ക് അവൈലബിലിറ്റിയാണ്. അതായത് സിം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് 2Gയിലും 3Gയിലും 4Gയിലൊക്കെ എത്ര ശതമാനം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റ അവൈലബിളായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി അടുത്തത് ലൊക്കേഷൻ എടുക്കാം. ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഓൾ ഓപ്പറേറ്റേഴ്സ് എന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഉണ്ട്. താഴെ ഇവിടെ ഗ്രീനിലും റെഡിലും 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ടാവും. കുറ്റിപ്പുറം ടൗണിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഏത് സിമ്മിൻ്റെ നെറ്റ്വർക്കാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്, അതിനായിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വോഡാഫോൺ, എയർടെൽ, ഐഡിയ, ജിയോ, BSNL മൊബൈലുണ്ട്. ഞാനിവിടെ ജിയോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ജിയോ 4G മാത്രമാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജിയോൻ്റെ സ്പീഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ഡൗൺലോഡ്, അപ്ലോഡ്, സ്പീഡ്. ഇവിടെ ഗ്രീൻ സിഗ്നലിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പോയിന്റ് ചെയ്ത് കാണുന്നുണ്ട്. ഗ്രീൻ സിഗ്നലിൽ കിട്ടുന്നുണ്ടെങ്കിൽ ബെറ്റർ കവറേജ് അഥവാ ഗുഡ് കവറേജ് ആണ്. റെഡിൽ കാണുന്നത് ബിലോ നെറ്റ്വർക്കാണ്, അതായത് അവിടെ അത്ര പെർഫോമൻസ് പോരാ. അപ്പോൾ ഇവിടെ ഈ മാപ്പിൽ നിങ്ങൾക്ക് കുറേ റെഡ് കളറൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രദേശങ്ങളിൽ ജിയോയുടെ പെർഫോമൻസ് ശരാശരിയിലും താഴെ ആയിരിക്കും. ഇനി ഇവിടെ ജിയോ മാറ്റിയിട്ട് BSNL ആക്കി കൊടുക്കുകയാണ്. BSNL 4G ഇല്ല, അതുകൊണ്ട് തന്നെ 2G 3G സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് വലിയൊരു കുഴപ്പമില്ല. പക്ഷേ മറ്റു പല പ്രദേശങ്ങളിലും BSNLൻ്റെ അവസ്ഥ പരിതാപകരമാണ്. പക്ഷേ അതെല്ലാം കവർ ചെയ്ത് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പല സ്ഥലത്തും BSNLന് ടവർ കപ്പാസിറ്റി കുറവുണ്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് എയർടെലും ഞാൻ നിൽക്കുന്ന പ്രദേശത്ത്
നല്ല രീതിയിലൊരു കവറേജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഡാറ്റ സ്പീഡും കാര്യങ്ങളൊന്നും അവർ ഇതിൽ തരുന്നില്ല. ഇനി നമുക്ക് താഴെയായിട്ട് വേറൊരു ലൊക്കേഷൻ ബേസ്ഡ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ഷൻ്റെ എത്രത്തോളം സെൽ ടവേഴ്സ് അഥവാ ടവർ നമുക്ക് അടുത്തുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ സെർച്ചിങ് പ്രോസസ്സ് നടക്കുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ചുറ്റുഭാഗത്തുമുള്ള ടവറുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്ന ടവറാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ടവറുകളുടെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഓരോ പ്രൊവൈഡറും എത്രത്തോളം സ്പീഡ് അതായത് ലൊക്കേഷനിൽ തരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ തരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലാണെന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷൻസ് എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. വേറെ ഇതിൽ കൂടുതലായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ പോർട്ട് ചെയ്യുന്നതിന് മുന്നേ, മറ്റൊരു കണക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷനിൽ നിങ്ങൾ എടുക്കുന്ന കണക്ഷൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സിം എടുത്തു കഴിഞ്ഞിട്ട് വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കിരൂസ്.